അടുത്ത ടോപ്പിക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഒരു കമ്പനി ഷെയർസ് ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വരുന്ന ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർസ് ബൈബാക്ക് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബൈബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാഷ് വേണം. സോ ആ ക്യാഷിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യാണ്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാണ്, അതിലൂടെ ക്യാഷ് കളക്ട് ചെയ്യാണ്. സോ അപ്പോൾ വരുന്ന ജേണൽ എൻട്രീസ് എന്തൊക്കെയാണ്? പക്ഷെ അതിനു മുന്നേ അതിന്റെ കുറച്ച് കണ്ടീഷൻസ് പറയാനുണ്ട്. ഏത് ഷെയർ ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യാൻ പോകുന്നത്, ആ സെയിം കൈൻഡ് ഓഫ് ഷെയർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബൈബാക്ക് പർപ്പസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ദെൻ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബൈബാക്കിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ആണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാം. അപ്പോൾ ഏത് ഷെയർ ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്, ആ സെയിം കൈൻഡ് ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ജേണൽ എൻട്രീസ് നോക്കാം. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പാറിനാണെങ്കിൽ എന്താണ് ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 1000 പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തെങ്കിൽ 10 × 1000 ഇവിടെയും 10,000 വരും, ഇവിടെയും 10,000 വരും. പാറിനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, പ്രിഫറൻസ് ഷെയർസ് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്താ ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 1000 പ്രിഫറൻസ് ഷെയർ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ 10% പ്രീമിയത്തിനാണെങ്കിൽ എങ്ങനെ ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അപ് ടു 1000 × 10ന്റെ 10 ഫേസ് വാല്യൂ, അതിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയാണ്. അപ്പോൾ 10 ഫേസ് വാല്യൂ പ്ലസ് 1 പ്രീമിയം, അങ്ങനെ ടോട്ടൽ ഒരു ഷെയറിന് 11 രൂപ വെച്ച് കിട്ടും. ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1000 × നമ്മൾ ഫേസ് വാല്യൂ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ബാക്കി 1 രൂപ പ്രീമിയമാണ്. 1000 × 1 പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലോട്ടും ട്രാൻസ്ഫർ ചെയ്തു. പ്രിഫറൻസ് ഷെയർസ് ഒരിക്കലും ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡിബെഞ്ചർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഷെയർസ് ബൈബാക്ക് ചെയ്യാനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? പാരനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചേഴ്സ്. എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ വരിക? ഡിബെഞ്ചർ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. ഫോർ എക്സാമ്പിൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 1000 ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്യുന്നത്, 10% ഡിസ്കൗണ്ടിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ കിട്ടുള്ളൂ? 1000 × 10%, 10% എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയാണ്. അപ്പോൾ 10 രൂപയിൽ നിന്ന് 1 രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി എത്രയേ കിട്ടുള്ളൂ? 9 കിട്ടുള്ളൂ. അപ്പോൾ 1000 × 9 9000 ഇവിടെ നിന്നുണ്ടാവുക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് 1000 × 1 രൂപ ഡിസ്കൗണ്ട് ആണ്. ദെൻ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫേസ് വാല്യൂ 1000 × 10. അപ്പോൾ ടാലി ചെയ്ത് പോകും. 1000 × 9 9000, 1000 × 1 1000. അപ്പോൾ ഇവിടെ 10,000 വരും. ദെൻ ഇവിടെ 1000 × 10 10,000 വരും. ഓക്കെ, പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ്, ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫേസ് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുക, സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയത്തിന്റെ എമൗണ്ട്. നമ്മളിവിടെ പറഞ്ഞിട്ടില്ലേ, അതേപോലെ തന്നെ കേട്ടോ. ഈ സെയിം എക്സാമ്പിൾ വേണമെങ്കിൽ ഇവിടെ എടുക്കാം. തേർഡ് വൺ, നമ്മൾ ബൈബാക്ക് ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ് ബാങ്കിൽ പോയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ജേണൽ എൻട്രി വരിക? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ബൈബാക്ക് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അതിലൂടെ കിട്ടിയ ഫണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് അതിലൂടെ കിട്ടിയ ഫണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്യാഷ് എടുത്തിട്ട് ഈ ക്യാഷ് നമ്മൾ എവിടെ കൊടുക്കും? ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബൈബാക്ക് അക്കൗണ്ട് എന്ന പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ്, ബൈബാക്ക് പർപ്പസിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അടുത്ത ജേണൽ എൻട്രി ആയിട്ട് ഇതാണ് തന്നിട്ടുള്ളത്. സോ ഇത് വേണ്ട, നമുക്ക് ഇതാണ് നെക്സ്റ്റ് ജേണൽ എൻട്രി വരുന്നത് കേട്ടോ. എന്ത് ഷെയർസ് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഷെയർസ് ബൈബാക്ക് ചെയ്തിട്ട് ഷെയർസ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? ഈ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരു കുട്ടിക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ, അല്ല അതുപോലെ ചെയ്യാനും പറ്റും, ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഷെയർസ് ബൈബാക്ക് ചെയ്യുന്നത് പാറിനാണെങ്കിൽ നമ്മൾ ഷെയർസ് തിരിച്ചു വാങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് വേണ്ട ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുമ്പോൾ നമ്മൾ നേരെ തിരിച്ച്, അതായത് ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഇവിടെ അതിന് പകരം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്. പക്ഷേ വേറൊരു ടെക്സ്റ്റിനകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് തന്നെയാണ്. നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ചെയ്ത് അതേപോലെ തന്നെയാണ് വേറൊരു ടെക്സ്റ്റിൽ ട്രീറ്റ് ചെയ്യുന്നത്. കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട്.
ഇനി പ്രീമിയത്തിനാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ 1,00,000 വാല്യൂ ഉള്ള ഷെയർസ് നമ്മൾ തിരിച്ചു വാങ്ങുകയാണ്. പക്ഷേ 10% പ്രീമിയം വിച്ച് മീൻസ് എത്ര കൊടുക്കേണ്ടി വരും? 1,00,000 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കൂടി പ്രീമിയം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ ജനറൽ എൻട്രി വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,00,000 വാല്യൂ നമ്മൾ തിരിച്ചു വാങ്ങുന്നു. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. ബൈബാക്കിൽ നമ്മൾ എത്ര കൊടുക്കുന്നു? 10% പ്രീമിയം 10,000 കൊടുക്കുന്നു. സോ ടോട്ടൽ എത്ര കൊടുക്കേണ്ടി വരും? 1,10,000 എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്, അതായത് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിലോട്ട് മാറ്റേണ്ടി വരും. ദെൻ ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീമിയം പേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ? ഈ പ്രീമിയം എമൗണ്ട് 10,000 രൂപ ഇവിടെ നിന്ന് എടുക്കാം. കമ്പനിയുടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ ഫ്രീ റിസർവ് എന്ന് എടുക്കാം. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് അപ് ടു പ്രീമിയം ഓൺ ബൈബാക്ക് എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് ഒരു അക്കൗണ്ട് ഈ എമൗണ്ട് മാറ്റി വെച്ചു, പ്രീമിയത്തിന്റെ എമൗണ്ട് മാറ്റി വെച്ചു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രീമിയം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുമ്പോൾ പറഞ്ഞില്ലേ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി ബൈബാക്ക് ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ഒരിക്കലും ഡിസ്കൗണ്ടിന് റിഡീം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെയല്ല ബൈബാക്ക് എന്ത് ചെയ്യാൻ? ഡിസ്കൗണ്ടിന് ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ജനറൽ വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ഇവിടെ ക്യാപിറ്റൽ റിസർവിന് പകരം ടു ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് എഴുതാം. ദെൻ അതിനുശേഷം ആ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം. ഇങ്ങനെയും എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അപ് ടു ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് എഴുതിയിട്ട് പിന്നെ ആ അക്കൗണ്ട് എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളിത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ടു ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളിടത്ത് എന്ത് വരികയാണ്? ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് എന്ന് വരികയാണ്. ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് കൊടുത്താലും അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്നുള്ളതിന് പകരം പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട്, അങ്ങനെ ഒരു അക്കൗണ്ടാണ് വരുന്നത്. ഇനി അടുത്തത് CRR അക്കൗണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ ഫ്രീ റിസർവിൽ നിന്ന് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഫ്രീ റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണോ നമ്മൾ ഫ്രീ റിസർവിൽ നിന്ന് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിന്റെ ഫേസ് വാല്യൂ 1,00,000 നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഷെയർസിന്റെ എമൗണ്ട് ഏതിൽ നിന്ന് എടുത്തിട്ട്? സെക്യൂരിറ്റി പ്രീമിയം നിന്ന് അല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് എടുത്ത്. അങ്ങനെയാണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അപ് ടു ഫ്രീ റിസർവ് അക്കൗണ്ട് അപ് ടു CRR എന്ന് വേണ്ടി 1,00,000 മാറ്റി വെക്കണം. നെക്സ്റ്റ് വൺ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പ്രീമിയം. ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രീമിയം പേ ചെയ്തില്ല, അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? നമ്മൾ ഈ ജേണൽ എൻട്രി ഇവിടെ സെയിം പറഞ്ഞില്ലേ, ആ സെയിം ജേണൽ എൻട്രി തന്നെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഇത് കൊടുത്തിട്ടില്ല, ടീച്ചർ അതിന്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ സെയിം ജേണൽ എൻട്രി അല്ലേ, സെക്യൂരിറ്റി പ്രീമിയം ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? പ്രീമിയം പേബിൾ ഓൺ ബൈബാക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ബൈബാക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതെന്ത് ചെയ്യുക? ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ബൈബാക്ക് എക്സ്പെൻസ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തിട്ടാണ് ഇതിന്റെ ബൈബാക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു ബൈബാക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യാം. സോറി, ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി ഷെയർസ് ബൈബാക്ക്, അതായത് ഇതിന്റെ എമൗണ്ട് കൊടുക്കണ്ടേ ഷെയർ ഹോൾഡേഴ്സിന്? അപ്പൊ എന്താ ജനറൽ എൻട്രി വരിക? ഇക്വിറ്റി ഷെയർ ബൈബാക്ക്. കാരണം നമ്മൾ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞിട്ടാണ് എമൗണ്ട് മാറ്റി വെച്ചിട്ടുള്ളത് അല്ലെ, ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട്. സോ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതിന് പകരം ടു ബൈബാക്ക് അക്കൗണ്ട്. കാരണം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ എവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്? ബൈബാക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്നാണ് ഇനി എന്ത് ചെയ്യുക? ക്യാഷ് എടുത്ത് കൊടുക്കുക. സോ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതാം. ദെൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ബൈബാക്ക് അക്കൗണ്ട് എന്ന് എഴുതാം കേട്ടോ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ള ജേണൽ എൻട്രി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തു? എമൗണ്ട് പേ ചെയ്തു ബൈബാക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. ദാറ്റ് ഈസ് ഷെയർസ് ബൈബാക്ക് ചെയ്തപ്പോൾ.